ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷ പ്രത്യേക നിയമം ആവശ്യമില്ല. ദേശീയ ദൗത്യസംഘം സുപ്രീം കോടതിയിൽ നിലവിലെ വകുപ്പുകൾ പര്യാപ്തം. ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് BNS ഉണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക കേന്ദ്ര നിയമത്തിൻ്റെ ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി നിയോഗിച്ച ദേശീയ ദൗത്യസംഘം. ആരോഗ്യപ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യാൻ നിലവിലുള്ള നിയമത്തിലെ വകുപ്പുകൾ പര്യാപ്തമാണെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ദൗത്യസംഘം അറിയിച്ചു. അപ്പം നമ്മൾ മറ്റേ ഡോക്ടറൊക്കെ പീഡിപ്പിക്കപ്പെട്ട അങ്ങനത്തെ ആ സംഭവത്തിന് ശേഷം കൂടുതലും സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരോഗ്യ മേഖലയിലാണോ അതോ മൊത്തത്തിൽ? ഇത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കാര്യം പറയുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക കേന്ദ്ര നിയമത്തിന്റെ ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി നിയോഗിച്ച ദേശീയ സംഘം വെളിപ്പെടുത്തി. ആതുരാലയങ്ങളിലെ അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യാൻ 24 സംസ്ഥാനങ്ങൾ പ്രത്യേക നിയമം പാസ്സാക്കിയിട്ടുണ്ട്. സംസ്ഥാന നിയമത്തിന്റെ അഭാവത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ അതിന് പര്യാപ്തമാണ്. പ്രതിദിനം എന്നോണം നടക്കുന്ന ചെറിയ കുറ്റകൃത്യങ്ങൾ സംസ്ഥാന നിയമങ്ങൾ മതിയാകുമെന്ന് ഗുരുതരമായി BNS ഉണ്ട്. അതിനാൽ ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക കേന്ദ്ര നിയമത്തിന്റെ ആവശ്യമില്ലെന്ന് ദൗത്യസംഘം വ്യക്തമാക്കി. അപ്പം നിലവിലെ നിയമങ്ങൾ തന്നെ മതിയെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. നിലവിലെ നിയമങ്ങൾ ഉണ്ടായിട്ടും വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലല്ലോ. നമ്മുടെ ഇവിടെ തന്നെ ആണെങ്കിലും കൊല്ലത്ത് ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസ്, അത് കഴിഞ്ഞൊരു കുറേ നാളുകൾക്ക് ശേഷം ഡൽഹിയിൽ ഒരു ഡോക്ടറെ പീഡിപ്പിച്ചു വന്നു. അപ്പം ആരോഗ്യ മേഖലയിലുള്ള അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരിയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോഗ്യ മേഖലയിലുള്ളവരെ ഈ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ. അവർക്ക് പോലും, അതായത് മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് ആരോഗ്യ മേഖലയിലുള്ളവർ. അവർക്ക് പോലും ഒരു സുരക്ഷിതത്വം ഇല്ല. അപ്പം അത് നമ്മളെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. പ്രത്യേക നിയമം ആവശ്യമില്ലെന്നാണ് പറയുന്നത്. പ്രത്യേക നിയമം ആവശ്യമില്ലെങ്കിൽ ഉള്ള നിയമം അനുസരിച്ച് അത് നടപ്പിലാകുന്നില്ല ശരിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുകയല്ലാതെ കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ കൊല്ലത്തുള്ള ഡോക്ടറിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ അവർ ഡ്യൂട്ടി ടൈമിലാണ് അവരെ കുത്തിക്കൊലപ്പെടുത്തി കൊന്നിരിക്കുന്നത്. അത്രയും ആശുപത്രിയിലെ സെക്യൂരിറ്റീസും സ്റ്റാഫുകളും ഉണ്ടായിട്ട്. അപ്പോൾ ചെറിയൊരു ആശുപത്രിയിലാണെങ്കിൽ സ്റ്റാഫുകളൊന്നും ചിലപ്പം അധികം ആളില്ലാണ്ട് നമ്മളിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് സുരക്ഷയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? ഇപ്പം ഡോക്ടർമാർക്കായാലും നഴ്സുമാർക്കായാലും ഇപ്പോൾ പെട്ടെന്ന് ഇവരുടെ ഷിഫ്റ്റ് കഴിയാൻ ഇറങ്ങുന്ന സമയത്തായിരിക്കും ഒരു എമർജൻസി കയറി വരുന്നത്. അവർക്ക് ഓടിപ്പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവർക്ക് അവിടെ നിന്നല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സുരക്ഷയോർത്ത് അവരുടെ ഉറക്കവും അവരുടെ മാനസിക നില അവർ മനസ്സിലാക്കി, അതായത് അവർക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങൾ കാണും, അതൊന്നും നോക്കാതെ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് തന്നെ. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ മാസ്ക് ഉപയോഗിച്ച്, അതായത് സുരക്ഷ ക്രമീകരണങ്ങൾ നടത്തിയാണ് അവർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിലിപ്പം ഒരാൾക്ക് കോവിഡ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആ ആളെ ഒരു മുറിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ മുറിയിൽ പിന്നെ നമ്മൾ ആരും കയറില്ല. നമുക്ക് അസുഖം വന്നാലോ അല്ലെങ്കിൽ ആൾക്ക് കൊടുക്കുന്ന പാത്രത്തിൽ കഴിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരു അകലം പാലിച്ചാണ് നമ്മൾ ആഹാരം പോലും അവർക്ക് കൊണ്ട് കൊടുക്കാറുള്ളത്. പക്ഷെ ഡോക്ടർമാരും നഴ്സുമാരെ സംബന്ധിച്ച് അവർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ എടുത്ത് നമ്മളുടെ അടുത്ത് വന്ന് നമ്മളെ പരിചരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർക്ക് ഒരു പ്രത്യേക സുരക്ഷ ആവശ്യമാണ്. കാരണം ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് അത് ആവശ്യമാണ് അങ്ങനെ ഒരു നിയമം. പക്ഷേ വേണ്ടെന്നാണ് പറയുന്നത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പരിശീലനം ലഭിച്ച സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണം. പിന്നെ രാത്രി ഷിഫ്റ്റിനെ തുടർന്നുള്ളവർക്ക് സുരക്ഷാ പ്രോട്ടോകോൾ നടപ്പാക്കണം. ശരിയാണത്. രാത്രി ഷിഫ്റ്റിൽ ഇപ്പം ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പാക്കിയേ പറ്റത്തുള്ളൂ. കാരണം രാത്രിയിൽ പേഷ്യൻസ് എല്ലാം ഉറക്കമായിരിക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പം ചില മെഡിസിൻസ് കാരണം പേഷ്യൻസിന് നല്ല ഉറക്കം കിട്ടും. അപ്പൊ അവരറിയത്തില്ല എന്ത് സംഭവിക്കും, ആൾക്കാരും കാണത്തില്ല. അതുകൊണ്ട് അവരുടെ സുരക്ഷ എന്താണേലും ഉറപ്പാക്കണം. പിന്നെ ആരോഗ്യ പ്രവർത്തകരെ വാഹനത്തിൽ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും വേണം. അത് നല്ലൊരു ശരിയാണ്. കാരണം നമുക്കിപ്പോൾ ഒരു 6 മണി വരെ ഡ്യൂട്ടി ഉള്ള ഒരു നേഴ്സാണെങ്കിൽ ആ ആള് 6 മണി ബസ് കയറി വീട്ടിൽ ചെല്ലുമ്പോൾ 7-7:30 ആകുവാണെങ്കിൽ നമുക്ക് സുരക്ഷ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ വരുന്ന കാലത്തിൽ. അപ്പോൾ അവരെ കൊണ്ടുവരാനും തിരിച്ച് കൊണ്ടുവിടാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിപ്പം ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ വേണമെന്നാണ്. അതായത് ഒരു 5 മണി 6 മണിക്ക് ശേഷം നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പം
നമ്മുടെ നാട്ടിലായതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. വേറെ ഏതെങ്കിലും നാടാണെങ്കിൽ പിന്നെ അത്രയും പ്രശ്നമില്ല. കുഴപ്പമില്ല. പിന്നെ CCTV ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും സുരക്ഷാ പരിശോധന വർദ്ധിപ്പിക്കുകയും വേണം. എമർജൻസി യൂണിറ്റുകളുടെ മുതിർന്ന ഡോക്ടർമാരും നേഴ്സുമാരും വേണം. അതിക്രമം ഉണ്ടായാൽ 6 മണിക്കൂറിനകം FIR രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് സുരക്ഷാ നിർദ്ദേശങ്ങളിൽ അവർ മുന്നോട്ട് വെച്ചത്. അപ്പം ഇതെല്ലാം ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ സുരക്ഷ അവർക്ക് നോക്കണ്ടേ, നമ്മുടെ സുരക്ഷ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് ആര് ഉത്തരവാദിത്തം പറയും? അപ്പം ഈ ഒരു കാര്യം എന്തായാലും പ്രത്യേക നിയമം ആവശ്യമില്ല എന്നല്ല, അല്ലെങ്കിൽ ഉള്ള നിയമം വെച്ച് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക, കുറയുന്നതായിട്ട് തോന്നുന്നേ ഇല്ല. അപ്പം എന്തായാലും അതിനുള്ളൊരു പരിഹാരമായിട്ട് ഉള്ള നിയമം വെച്ച് പരിഹരിക്കുക, അല്ലെങ്കിൽ പുതിയ നിയമം കൊണ്ടുവരിക. ഓക്കെ.